أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ യൂസുഫ് അലൈഹിസ്സലാമിനെ അങ്ങനെ ഒരു കച്ചവട സംഘം ആ കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും അവരവരുടെ കച്ചവട ചരക്കിൻ്റെ കൂട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒളിപ്പിച്ചു വെക്കുകയും ഫലസ്തീനിൽ നിന്നങ്ങനെ ഈജിപ്തിലേക്ക് യാത്രയാകുകയും പിന്നെ അവർ ഈജിപ്തിലെത്തിയ ഉടൻ തന്നെ ഒരു ചന്തയിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ വളരെ തുച്ഛമായ വിലക്ക്, നിസ്സാരമായ വിലക്ക് വിറ്റ് കളയുന്നതുമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ യൂസുഫ് അലൈഹിസ്സലാം എത്ര വലിയ വിലമതിക്കാനാകാത്ത നിധിയായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും വേഗം അവർ മോഷ്ടിച്ച ആ മുതലിനെ എങ്ങനെയെങ്കിലും അടിമച്ചന്തയിൽ വിറ്റ് കളയുകയും വളരെ തുച്ഛമായ വിലയ്ക്ക്, വളരെ നിസ്സാരമായ വെള്ളി നാണയങ്ങൾക്ക് പകരമായിട്ട് വിറ്റ് കളയുന്നൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അല്ലേ. അപ്പോൾ ഈജിപ്തിൻ്റെ ഭാവിയെപ്പറ്റി എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളോടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയുണ്ടായത്. അന്ന് അവിടെ ആ ഒരു വിൽപ്പനയോട് കൂടി ചരിത്രത്തിൻ്റെ തന്നെ ഒരു സുപ്രധാന നിമിഷമായിരുന്നു അവിടെ പിറന്നു വീണത്. ഈജിപ്തിനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരാളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം അല്ലേ. പിന്നീട് അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരാൾ. അതുമാത്രമല്ല, നമുക്കറിയാം ഈ കഥയുടെ അവസാനത്തേക്ക് വരുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം സഹോദരന്മാരും എല്ലാവരും പിന്നീട് ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരികയും അങ്ങനെ അവിടെ അവരെല്ലാവരും സെറ്റിലാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഒരു ബനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിനൊരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷമാണ് ഇതെല്ലാനും അതിനകത്തേക്ക് എത്തിച്ചേരാനുള്ളൊരു തുടക്കമായിരുന്നു ഈ ഒരു നിമിഷം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ആ സന്താന പരമ്പരയിൽ വരുന്നവരെയാണ് ബനി ഇസ്രായേൽ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ആർക്കാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞതല്ലേ, ആ ഒരു ചോദ്യത്തിലായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചും ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ സംസാരിക്കുന്നതായിട്ടും ഈജിപ്തിലേക്കാണ് വിറ്റത് എന്നുള്ളതൊക്കെ സൂചന നൽകുന്ന ഒരു ആയത്താണ് അടുത്ത ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇവിടെ മുതൽ ബാക്കി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض
وَلِنُعَلِّمَهُ مِنْ تَأْوِيلِ الْأَحَادِيثِ وَاللَّهُ غَالِبٌ عَلَى أَمْرِهِ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ. മിസ്രിൽ അഥവാ ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്ക് വാങ്ങിയവൻ തൻ്റെ സ്ത്രീ അഥവാ ഭാര്യയോട് പറഞ്ഞു, ഇവൻ്റെ നമ്മുടെ കൂടെയുള്ള താമസത്തെ നീ മാന്യമാക്കണം. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ ഒരു പോറ്റുകുട്ടിയാക്കി വെക്കാം. അപ്രകാരം യൂസുഫിന് ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കി കൊടുത്തു. വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും കൂടി ആകുന്നു അത്. അള്ളാഹു അവൻ്റെ കാര്യത്തിൽ അഥവാ കാര്യം നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവനാണ്. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. വഖാലല്ലദി യാതൊരുവൻ പറഞ്ഞു, ഇഷ്തറാഹു അദ്ദേഹത്തെ വാങ്ങിയ, മിൻ മിസ്ര മിസ്രിൽ ഈജിപ്തിൽ നിന്ന്, ലഇംറഅതിഹി തൻ്റെ സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട്, അക്രിമി നീ ആദരിക്കുക, മാന്യമാക്കണം, മസ്വാഹു അവൻ്റെ താമസം അല്ലെങ്കിൽ പാർപ്പിടത്തെ, അസ ആയേക്കാം, അയ്യൻഫഅന അവൻ നമുക്ക് പ്രയോജനപ്പെടുക, ഔ നത്തഖിദഹു അല്ലെങ്കിൽ നമുക്കവനെ ആക്കാം, വലദൻ ഒരു സന്താനം അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട്, വകദാലിക അപ്രകാരം, മക്കന്ന നാം സൗകര്യം അല്ലെങ്കിൽ സ്ഥാനം ഇടം ഒക്കെ നൽകി, ലിയൂസുഫ യൂസുഫിന്, ഫിൽ അർദി ഭൂമിയിൽ, വലിനുഅല്ലിമഹു അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും, മിൻ തഅ്വീലിൽ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ പൊരുളിൽ നിന്ന്, അൽ അഹാദീസ് വർത്തമാനങ്ങളുടെ വിഷയങ്ങളുടെ, വല്ലാഹു അല്ലാഹു ആകട്ടെ, ആലിബുൻ ജയിക്കുന്നവനാണ്, അലാ അംരിഹി അവൻ്റെ കാര്യത്തിന്, വലാകിന്ന എങ്കിലും, പക്ഷേ, അക്തറന്നാസ് അധികം ആളും അല്ലെങ്കിൽ അധികം മനുഷ്യരും, ലാ യഅലമൂൻ അറിയുകയില്ല അല്ലെങ്കിൽ അവർക്കറിഞ്ഞുകൂടാ. ഈ ഒരു ആയത്തിലെത്തുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആർക്കാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ ആ കച്ചവട സംഘക്കാർ വിറ്റ് കളഞ്ഞത് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അല്ലേ. ഈജിപ്തിൽ യൂസുഫിനെ വാങ്ങിയ ആ വ്യക്തി തൻ്റെ ഭാര്യയോട് പറയുന്നതായിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത് അല്ലേ. ഇവനെ നല്ല രീതിയിൽ പരിപാലിക്കൂ, ഒരു പക്ഷേ നമുക്ക് ഉപകാരപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ അവനെ ഒരു മകനായി സ്വീകരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ഇങ്ങനെ അള്ളാഹു യൂസുഫിന് ആ ദേശത്ത് ഒരു ഉറച്ച സ്ഥാനം നൽകുന്നതായിട്ടും അവനെ വെറും ഒരു അടിമയായി മാത്രമല്ല, എന്നാൽ ഭാവിയിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഒരാളായി അള്ളാഹു ഒരുക്കുകയായിരുന്നു എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പോലുള്ള ഗഹനമായ അറിവുകളും അള്ളാഹു അവനെ പഠിപ്പിച്ചു. ഇതെല്ലാം പഠിക്കണമെങ്കിൽ ആ സിറ്റുവേഷൻ, ആ ഒരു പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു ചാൻസ്, അതിനൊക്കെ വേണ്ടിയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും ഈ സാഹചര്യങ്ങളൊക്കെ യൂസുഫ് അലൈഹിസ്സലാമിന് ഇതിനു വേണ്ടി അനുകൂലപ്പെടുത്തി കൊടുക്കുകയുമാണ് അള്ളാഹ് ചെയ്തതെന്നാണ് റബ്ബിവിടെ പറയുന്നത്. ഈ കഥയുടെ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ തീരുമാനം എല്ലാറ്റിനും മേലെയാണ്. മനുഷ്യർ പലതും പദ്ധതിയിടും, പലതും കരുതും, പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആളുകളും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ബോധമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യൂസുഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് ഒരു സാധാരണ യാത്രയായിട്ടല്ല അല്ലേ. ഒരു സീനായ് എന്ന പ്രദേശത്തിൽ നിന്ന്, പലസ്തീനിലെ സീനായ് പ്രദേശം കടന്ന് അടിമയായി വിറ്റുപോയ ഒരു ബാലൻ അള്ളാഹുവിൻ്റെ പദ്ധതി പ്രകാരം ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റാൻ പോകുന്ന വഴിയിലായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും.
യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയ ആ ഈജിപ്തുകാരൻ്റെ പേര് ഖുർആനിൽ പറയപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും നമുക്ക് ഖുർആനിൽ കണ്ടെത്താൻ കഴിയുകയില്ല. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞല്ലേ. ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഖുർആൻ അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഗ്രന്ഥങ്ങൾ, ബൈബിൾ പോലത്തെ ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ അവരുടെ പേര് മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത് ഖുർആൻ പറയാത്തത് കൊണ്ട് തന്നെ അത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും ഇൻഷാ അള്ളാഹ് ഞാൻ കടക്കുന്നില്ല. ഇവിടെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് ഖുർആനിൽ തന്നെ 30-ാമത്തെ ആയത്തിൽ ഇദ്ദേഹത്തെ ഈ യൂസുഫ് അലൈഹിസ്സലാമിനെ വാങ്ങിയ വ്യക്തിയെ അൽ അസീസ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കും ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്? അൽ അസീസ് എന്ന പദത്തിൻ്റെ അർത്ഥം ആദരവുള്ളവൻ അഥവാ ശക്തിയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ കഥയുടെ പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യൂസുഫ് അലൈഹിസ്സലാം തന്നെയാണ് അൽ അസീസ് എന്ന പദവിയിലേക്ക് എത്തുന്നതും എന്നെല്ലാം. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ, ചില മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ യജമാനൻ രാജാവിനേക്കാൾ ഒരുപടി താഴെയുള്ള പദവിയിലാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ധനകാര്യമന്ത്രി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് അലൈഹിസ്സലാം സ്വയം ഏറ്റെടുത്തത് ഇതേ പദവി ആയിരുന്നു എന്നതിൽ തന്നെ ഒരു സൂചന കാണാൻ കഴിയും. അന്നത്തെ ഈ മന്ത്രി രാജാവിനേക്കാൾ ഒരുപടി താഴെയാണ്, പക്ഷേ അത്യന്തം പ്രഭാവമുള്ള വ്യക്തിത്വമായിരുന്നു, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അൽ അസീസ് എന്നും നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ അൽ അസീസ് തൻ്റെ ഭാര്യയോട് പറഞ്ഞത്? ഇവനെ നന്നായി പരിചരിക്കൂ, അതായത് അവനെ മാന്യമായി അവനോട് പെരുമാറുക, അല്ലെങ്കിൽ അവൻ്റെ വാസസ്ഥലം അവന് വേണ്ടതെല്ലാം നൽകുക, താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക, അവന് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ അവന് വസിക്കാനുള്ള ഇടം നൽകുക എന്നാണ് ഈ അൽ അസീസ് ഭാര്യയോട് വന്ന് പറയുന്നത്. അൽ അസീസ് എന്താണ് ഭാര്യയോട് പറഞ്ഞത്? അക്രിമി മസ്വാഹ്, അവൻ്റെ താമസ സ്ഥലം ആദരവോടെ ഒരുക്കൂന്നല്ലേ. മസ്വാഹ് എന്ന പദം നമ്മൾ നോക്കുകയാണെങ്കിൽ സ വ യ എന്ന മൂലാക്ഷരങ്ങളിൽ നിന്നാണ് മസ്വാഹ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. സവ എന്ന് പറഞ്ഞാൽ താമസിക്കുക, പാർക്കുക, അല്ലെങ്കിൽ അതിലേറെ നമ്മളൊന്നും കൂടി പറയുകയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുടിയേറുക എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ താൽക്കാലിക സ്ഥലം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിൽക്കുന്ന ഒരു സ്ഥലം എന്നല്ല അർത്ഥം വരുന്നത്. ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു താമസ സ്ഥലം എന്നൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത്. അപ്പോൾ ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ ഈ ഒരു പദം ഉപയോഗിക്കുന്നത് ആഖിറത്തിൽ സൂചിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. ഖബറിനെ സൂചിപ്പിക്കാനും ഒക്കെ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ നമുക്ക് സൂറത്തുൽ ഗാഫിറിലൊക്കെ 46-ാമത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ ഉദ്ഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹ ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? അഹങ്കാരികളുടെ താമസ സ്ഥലം എത്രമേൽ ദുഷ്ടകരമാണ് അല്ലെങ്കിൽ ദുഷ്ടമാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആയത്താണത്. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിലും 50-ാമത്തെ ആയത്തിൽ വസാഅത്ത് മസ്വ, എത്രമേൽ ദുഷ്ടമായ താമസ സ്ഥലം. അപ്പോൾ അതുപോലെ അങ്ങനെ എന്നേക്കും ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് റെസിഡൻസ് എന്നൊക്കെ പറയുന്നതായിട്ടാണ് ഈ മസ്വ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഖബറിനെ പറ്റി സൂചിപ്പിക്കാനായിട്ടും ചില ഉലമാക്കൾ ഈ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഖബർ മസ്വ അൽ അബ്ദ് ഇല ഖിയാമ എന്ന് പറയുന്നതായിട്ട് കാണാം. ഖബർ ഖിയാമത്ത് നാൾ വരയ്ക്കുമുള്ള മനുഷ്യൻ്റെ മസ്വ ആണെന്ന്. മസ്വ മീൻസ് ആ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ദീർഘകാല താമസ സ്ഥലം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രയോഗം കൊണ്ട് എന്താണ് അസീസ് ഉദ്ദേശിക്കുന്നത്? യൂസുഫ് അലൈഹിസ്സലാമിന് കുറച്ച് കാലത്തേക്കല്ല, കുറച്ചധികം കാലത്തേക്ക് അവിടെ വീട്ടിൽ തന്നെ നിർത്താനായിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അല്ലേ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മേൽ കണ്ടപ്പോൾ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് എന്തോ പ്രത്യേകതകളുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും വേണ്ട പോലെ പരിചരിച്ച് കൂടെ നിർത്താൻ തന്നെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചതും.
യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ തന്നെ അൽ അസീസിന് സാധാരണ ഒരു ബാലനല്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണല്ലോ മറ്റ് അടിമകളെ പോലെയല്ല, പ്രത്യേക ബഹുമാനത്തോടെ അവനെ പരിഗണിക്കണമെന്ന് ഭാര്യയോട് നിർദ്ദേശിച്ചത്. അതിൻ്റെ കാരണമായിട്ടും ആ ഒരു ആയത്തിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നാം അവനെ നമ്മുടെ മകനായി സ്വീകരിക്കാമെന്ന്. അത് അതുപോലെ തന്നെ ആയിരുന്നു താനും അല്ലേ. യൂസുഫ് അലൈഹിസ്സലാം സാധാരണ അടിമകളെ പോലത്തെ ഒരു അടിമയല്ലായിരുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടിയല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫിറാസത്ത്, അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു മനസ്സിലെ ആ ഒരു ഉത്ബോധം അല്ലേ, ആ ഒരു മുന്നറിയിപ്പ്, അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു ഉൾക്കാഴ്ച, അത് വളരെയധികം ശരിയായിരുന്നു. കാരണം യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത നബിയായിരുന്നു. അതുകൂടാതെ ഈജിപ്തിൽ വളരെയധികം, മിസ്റിൽ ഒരുപാട് വലിയൊരു റോള് തന്നെ ഉള്ളൊരു, അല്ലെങ്കിൽ ഒരു വലിയൊരു വ്യക്തിത്വമായി തീരാവുന്ന, വലിയൊരു നിലയിലേക്ക് എത്തിച്ചേരേണ്ട ഒരുപാട് കഴിവുകളും വളരെ മഹത്തമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം എന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ നമുക്ക് സാധാരണ ആൾക്കാരെ പോലെയല്ല കാണേണ്ടത്, വളരെ ബഹുമാനത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനോട് തോന്നിപ്പിച്ചു അല്ലേ. ഇബ്നു മസ്ഊദ് പോലുള്ള പ്രാരംഭ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും തിരിച്ചറിയുന്ന ഫിറാസത്ത്, ആ ഒരു ഉൾക്കാഴ്ച, അത് 3 പേരിൽ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞ അൽ അസീസിൻ്റെ, യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അൽ അസീസിനുണ്ടായിരുന്ന ആ ഒരു ഫിറാസത്ത്, അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. വളരെയധികം ആപ്റ്റായിരുന്നു, കറക്റ്റായിട്ട് തീരുകയും ചെയ്തല്ലേ. വളരെയധികം റെസ്പെക്റ്റോട് കൂടി തന്നെ കാണേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. പിന്നെ രണ്ടാമത്തേതോ, മൂസ അലൈഹിസ്സലാമയുടെ കഥയിൽ ഇടയൻ്റെ മകൾ തൻ്റെ പിതാവിനോട് പറഞ്ഞത്, ഇവനെ നിയമിക്കപ്പെടേണ്ട ഏറ്റവും ഉത്തമനായവൻ ശക്തനും വിശ്വസ്തനുമായവനാണ് എന്ന് അല്ലേ. മൂസ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടികളിൽ ഒരാൾ ചെന്ന് തിരിച്ച് വാപ്പാനോട് പറയുന്നതായിട്ടുള്ള രംഗമാണ് ഈ പറയുന്നത്. മൂസ അലൈഹിസ്സലാമിൻ്റെ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ തന്നെ വളരെയധികം അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ, ആ ഒരു ഫിറാസത്ത്. അത് മുഖേന വാപ്പാനോട് ചെന്ന് പറയുകയും ഉണ്ടായി. മൂസ അലൈഹിസ്സലാമിനെ അവരുടെ ആടുകളെയും അവരുടെ കാര്യങ്ങളും ആ സ്ഥലവും കാര്യങ്ങളും എല്ലാം നോക്കി നടത്താനായിട്ട് ഏറ്റവും വിശ്വസ്തയോടുകൂടിയും ഏൽപ്പിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും ആപ്റ്റായിട്ടുള്ളൊരു ഉത്തമനായിട്ടുള്ള ഒരാളാണ് മൂസ അലൈഹിസ്സലാം എന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയ ഫിറാസത്ത്, അതും വളരെയധികം കറക്റ്റായിട്ട് തീരുകയും ചെയ്തു. കാരണം മൂസ അലൈഹിസ്സലാം അഗെയിൻ നബി, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത നബിയാണ്, വളരെയധികം ശക്തിയുള്ള ഒരാളായിരുന്നു. പിന്നെ എന്തുകൊണ്ടും അത് നോക്കി നടത്താനും വിശ്വസ്തതയും എല്ലാ ഉത്തമമായിട്ടുള്ളൊരു ക്യാരക്ടറും എല്ലാം ഉള്ള ഒരാൾ തന്നെയായിരുന്നു മൂസ അലൈഹിസ്സലാം. പിന്നെ മൂന്നാമത്തെ ഫിറാസത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ഫിറാസത്തായിരുന്നു. മരണാസന്നനായിട്ട് കട്ടിലിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ തൻ്റെ കാലശേഷം ഖിലാഫത്ത് നയിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ അത് പിന്നീട് നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം ഭംഗിയായിട്ട് ആ ഒരു ഖിലാഫത്തിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൻ്റെ കഥകളെല്ലാം നമുക്ക് ഒരുപാട് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും ആപ്റ്റും ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു അതും. അപ്പോൾ ഇങ്ങനെ 3 ഡിസിഷൻസ് അല്ലേ, ഈ ഫിറാസത്ത് മുഖേന എടുത്ത 3 ഡിസിഷൻസ് ഏറ്റവും അധികം ആപ്റ്റായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് വളരെയധികം വ്യക്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദി വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. അപ്രകാരം യൂസുഫിനെ ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കി കൊടുത്തു, വർത്തമാനങ്ങളുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും ആകുന്നു എന്നല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്?
അങ്ങനെ പെട്ടെന്നൊരു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം അസീസിൻ്റെ വീട്ടിൽ ചെന്ന് പെട്ടു എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെർഫെക്റ്റ് പ്ലാനിങ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിനെ അസീസിൻ്റെ വീട്ടിൽ തന്നെ ചെന്നെത്തിക്കുക എന്നുള്ളത്. അത് ആ ഒരു കംപ്ലീറ്റ് പ്ലാനിൻ്റെ പാർട്ട് ഓഫ് ദി ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു വളരെ നിർണായകമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്തിനാണ് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനം, തഅ്വീലുൽ അഹാദീസ്, ആ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, അത് പൂർണ്ണമായ രീതിയിൽ, ഏറ്റവും ഉത്തമമായ രീതിയിൽ പഠിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ആ ഒരു വീട്ടിൽ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടെത്തിച്ചത് അല്ലേ. വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു ക്രൂരനായ യജമാനൻ്റെ കൈകളിൽ എത്തിച്ചേക്കാമായിരുന്നു അല്ലേ. അന്ന് എന്ത് പറ്റുമായിരുന്നു? അത്യന്തം ദയനീയമായ സാഹചര്യത്തിൽ അവസാനിക്കുമായിരുന്നു അതല്ലേ. നമുക്ക് ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുടെയൊക്കെ കഥകൾ അറിയുന്നതാണല്ലേ. ആ കാലഘട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലും ഈ അടിമത്വമൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അടിമകളെയൊന്നും ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ, ഒട്ടും തന്നെ ബഹുമാനിക്കാതെ, വളരെ കുറഞ്ഞ രീതിയിൽ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. വളരെ പരിതാപകരമായിട്ടുള്ള പെരുമാറ്റവും പരിചരണമൊക്കെ ആയിരുന്നു അവർക്ക് നൽകിയിരുന്നത്. അപ്പോൾ പരിചരണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അവർക്കൊരു സ്ഥാനവുമില്ല, അവർക്ക് അവരുടേതായ യാതൊരു വോയിസും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അല്ലേ. എന്നാൽ പോലും ആ ഒരു ചന്തയിൽ നിന്ന് അസീസിന് പകരം വേറെ ആരുടെയും കൈകളിൽ ചെന്ന് പെടാതെ അസീസിൻ്റെ കൈകളിൽ ചെന്ന് എത്തിച്ചതാരായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അല്ലേ. അള്ളാഹു തന്നെയാണ് ആ ഒരു അള്ളാഹുവിൻ്റെ ഒരു ഉത്തമമായ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു അസീസിൻ്റെ വീട്ടിൽ ചെന്ന് യൂസുഫ് അലൈഹിസ്സലാമിനെ എത്തിക്കുക എന്നുള്ളത്. യൂസുഫ് അലൈഹിസ്സലാം അങ്ങ് അകലെ ഫലസ്തീനിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കനാനിൽ കിടക്കുന്ന കിണറിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തി ഈജിപ്തിലെ ഒരു മഹാനായ മന്ത്രിയുടെ വീട്ടിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നത് അല്ലേ. പിന്നെ അവസാനം നമുക്ക് ഈ സൂറ യൂസുഫിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും, യൂസുഫ് അലൈഹിസ്സലാമിനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഈജിപ്തിൻ്റെ ധനകാര്യ മന്ത്രിയായി ഉയർത്തുന്നതും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പദ്ധതിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇതൊക്കെ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോൾ ആ കിണറിൽ സഹോദരന്മാർ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കച്ചവട സംഘം കണ്ടെത്തില്ലായിരുന്നു. അങ്ങനെ ഈജിപ്തിലേക്ക്, മിസ്രിലേക്ക് യാത്ര ചെയ്യുകയോ മിസ്രിൽ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ആ അസീസ് വാങ്ങുക, ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഭാഗ്യം കൊണ്ട് അവിടെ എത്തിച്ചേർന്നതൊന്നുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കദാലിക മക്കന്നാ ലി യൂസുഫ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അത് ചെയ്തത്. ഇങ്ങനെയാണ് നാം യൂസുഫിനെ ആ ദേശത്ത് സ്ഥിരപ്പെടുത്തിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണല്ലേ. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ തടയാൻ, അവൻ്റെ ഇച്ഛയെ പരാജയപ്പെടുത്താനായിട്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ് ആ സത്യം. അപ്പോൾ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ആ യൂസുഫ് അലൈഹിസ്സലാമിനെ ആ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താനുള്ള കാരണങ്ങളും ആ ഒരു വഴിയും മാത്രമാണല്ലേ ഈ ചാലഞ്ചസ് എല്ലാം. ഇപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ആ ഫലസ്തീനിൽ തന്നെ ആ കുട്ടികളുടെ കൂടെ കളിച്ച് നടന്നിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഈ അസീസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്ന ആ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അവിടെ ഇപ്പം അവിടുത്തെ ധനകാര്യ മന്ത്രിയാണ് ഈ പറഞ്ഞ അസീസ് അല്ലേ, അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളെല്ലാം വന്ന് കയറിപ്പോകുന്നൊരു വീടാണല്ലേ. പലതരം ടോപ്പിക്കുകൾ സംസാരിക്കുകയും പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വീടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ അത്തരം കാര്യങ്ങൾ ഇടപെട്ട്, അല്ലെങ്കിൽ ആ അസീസിൻ്റെ കൂടെ തന്നെ നിന്ന്, അസീസ് വളരെയധികം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത്രയധികം ബഹുമാനത്തോടു കൂടിയാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ കൂടെ നിർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണാനില്ലെങ്കിലും നമുക്ക് തഫ്സീർ പഠിക്കുമ്പോൾ പല പണ്ഡിതന്മാരുടെയും കമൻറ്ററിയിൽ നമുക്ക് കാണാൻ കഴിയും.
വളരെ എല്ലാ കാര്യത്തിലും യൂസുഫ് അലൈഹിസ്സലാമിനൊരു അതിൻ്റെ മേലിലൊക്കെ ഒരു കൺട്രോൾ കൊടുത്തിരുന്നു. മിക്ക കാര്യത്തിലും സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനും വീട്ടിൽ കാര്യങ്ങൾ നോക്കി നടത്താനും എല്ലാത്തിനും. അപ്പോൾ എന്തും കൊണ്ടും ഒരു വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ബഹുമാനം കൊടുത്തിട്ടുള്ള ഒരു താമസമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യങ് ഇയേഴ്സാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്ന വ്യാഖ്യാനം അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിലൊക്കെ അദ്ദേഹത്തിന് ആ കഴിവ് വളർത്തിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ പിന്നീട് മന്ത്രിയായി തീരേണ്ട ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ട അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുത്താനും മനസ്സിലാക്കാനുമൊക്കെ ഈ വീട്ടിൽ നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുള്ളായിരുന്നു അല്ലേ. ഫലസ്തീനായിരുന്നു അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ കൂടെ ചുമ്മാ കളിച്ച് നടക്കുകയായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും യൂസുഫ് അലൈഹിസ്സലാമിന് അത്തരം ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും പഠിക്കാനും ഒന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെത്തിച്ചേരുകയും ഈ വീട്ടിൽ തന്നെ വളരുകയും യൂസുഫ് അലൈഹിസ്സലാമിനെ ഈ ഇൽമ് നേടാനുള്ള അല്ലെങ്കിൽ ആ പ്രത്യേകമായ കഴിവുകളും ഒക്കെ നേടാനും ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറെടുപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്കൊക്കെ ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ ജന്മന നൽകുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു വിജ്ഞാനമാണ് അല്ലേ. അത് വളരെ ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അതൊരു പുസ്തകം വായിച്ച് കാണാപ്പാഠം പഠിച്ച് മനസ്സിലാക്കി പഠിച്ചൊന്നും നമുക്ക് ഒരിക്കലും ലഭിക്കുന്നൊരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ എല്ലാ നബിമാർക്കും ഈ വിജ്ഞാനം അറിയുന്നവർ തന്നെയായിരുന്നു. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിന് ഇതിൽ വളരെയധികം പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മികച്ച പ്രത്യേകിച്ച് ഈ ഒരു വിജ്ഞാനത്തിൽ ഉന്നതമായ ഒരു അനുഗ്രഹമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ ഈ കാര്യത്തിൽ ഇൽമുള്ളതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിജ്ഞാനം അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാമിന് എല്ലാവരേക്കാളും വളരെ ഉന്നതമായ രീതിയിൽ ആ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിന് അസീസിൻ്റെ വീട്ടിൽ എത്തിച്ചേരേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അവിടെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം വളർന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിലെല്ലാം ആ ഒരു ഗ്രാഹ്യതയും അല്ലെങ്കിൽ ആ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുകയെന്നല്ലേ. അതുപോലെ തന്നെയായിരുന്നു മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം ഫിറഔൻ്റെ ആ കൊട്ടാരത്തിൽ വളരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത് യൂസുഫ് അലൈഹിസ്സലാമിന് എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസീസിൻ്റെ വീട്ടിലെത്തിച്ചത്, അതുപോലെ തന്നെയായിരുന്നു മൂസ അലൈഹിസ്സലാമിനെ മൂസ അലൈഹിസ്സലാം ഉമ്മാൻ്റെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കറക്റ്റായിട്ട് ഫിറഔൻ്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് തന്നെ എത്തിക്കുന്നതും ആസിയ റളിയല്ലാഹു അൻഹു മകനായിട്ട് വളർത്തിക്കോട്ടെ, കൂടെ നിർത്തിക്കോട്ടെ എന്ന് ആവശ്യപ്പെടുന്നതും, അങ്ങനെ ആ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ തന്നെ എല്ലാ ബഹുമാനത്തോടു കൂടിയും എല്ലാ സൗകര്യങ്ങളോടു കൂടിയും മൂസ അലൈഹിസ്സലാം അങ്ങനെ ആ കൊട്ടാരത്തിൽ തന്നെ വളർന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം പാർട്ട് ഓഫ് ദി പ്ലാനാണ് അല്ലേ. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒന്നും ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ പ്ലാനിങ് തന്നെ പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെല്ലാത്തിനു ശേഷം ഒരു സന്തോഷം വരും അല്ലേ. എന്ത് ബുദ്ധിമുട്ടായാലും സങ്കടമായാലും എല്ലാം ഈ അള്ളാഹുവിൻ്റെ ഉന്നതമായ പദ്ധതിയുടെ ഭാഗമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉയർച്ചകളും നന്മകളും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കും കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടോ വന്നു ചേർന്നൊരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അത് ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു അത് മുൻപേ തന്നെ മുൻകൂട്ടി പദ്ധതിയാക്കിയ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്കും അത്തരം സിറ്റുവേഷൻസ് വന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാനമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ. ഈ സൂറത്തിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് നമുക്കിതിന് പറയാൻ കഴിയും.
നമ്മൾ സൂറത്ത് യൂസുഫ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു ലെസൺസിൽ ഒന്നാണ് ഇത്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവനാണ്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പേരിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എല്ലാ കാര്യത്തിൻ്റെ മേലിലും ആധിപത്യമുള്ളവനാണ്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മേലിലും കൺട്രോളുള്ള സകലതും അള്ളാഹു തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ പദ്ധതി എങ്ങനെയാണോ, അള്ളാഹു എങ്ങനെയാണോ കാര്യങ്ങൾ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ്, അത് വിജയകരമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉദ്ദേശം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ ചേർത്ത് എന്താ പറയുന്നത്? വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതറിയുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും, ആ ക്രമം പോലും, ആ സംഭവങ്ങളുടെ ക്രമം പോലും അതൊന്നും യാദർശികമായിട്ട് സംഭവിച്ച കാര്യമല്ല. മറിച്ച് അത് അള്ളാഹുവിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു, അല്ലേ? അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ അതൊരു ദിവ്യ പദ്ധതിയുടെ, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. സഹോദരന്മാർ ചെയ്ത കുറ്റകൃത്യമാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ഒരു യാത്രക്ക് തുടക്കം കുറിച്ചത് തന്നെ, അല്ലേ? ഫലസ്തീൻ്റെ മരുഭൂമികളിൽ നിന്നും പുരാതന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഈജിപ്തിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ എത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛ എപ്പോഴും വിജയിക്കുന്നതാണ്. എന്നാൽ മിക്ക ആൾക്കാർക്കും, അല്ലെങ്കിൽ മിക്ക ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആ തുടക്കത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന് സംഭവിച്ച ആ കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു അനീതിയായിട്ട് തോന്നിയേക്കാം, അല്ലേ? അതൊരു തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് തോന്നിയേക്കാം. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയുടെ പൂർണ്ണ ചിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ആ കിണറ്റിൽ അകപ്പെടുന്ന ആ ഒരു അവസ്ഥയും, ആ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു കുറ്റകൃത്യവും, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടുത്തലും, ആ ഒരു കച്ചവട സംഘക്കാരെ പിടിച്ചു വെക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതും അടിമച്ചന്തയിൽ വിൽക്കുന്നതും, അതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു, അല്ലേ? യൂസുഫ് അലൈഹിസ്സലാമിനെ ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള വഴികളായിരുന്നു അതെല്ലാം. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ഉന്നതമായ മഹത്വമേറിയ ക്യാരക്ടർ പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളും മാർഗങ്ങളും ആ ഒരു പാഠങ്ങളുമായിരുന്നു ആ ഓരോ ജീവിത സാഹചര്യങ്ങളും പരീക്ഷണങ്ങളും എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു പൂർണ്ണമായ ചിത്രം എടുക്കുമ്പോൾ നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ആ കിണറ്റിലെ സംഭവം ഒരു നിരാശയായിട്ട് തോന്നില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും എല്ലാം, അല്ലേ? ഒരു നമ്മളിങ്ങനെ ഡോട്ട് ടു ഡോട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു ചിത്രം ഉണ്ടാക്കുന്നത് പോലെ പൂർണ്ണമായ പിക്ചർ നമ്മൾ എത്തണമെങ്കിൽ ഓരോ സാഹചര്യത്തിൽ നിന്ന് ഓരോ സാഹചര്യവും അങ്ങനെ ചേർത്ത് അവസാനമായിരിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചിലപ്പോഴെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെളിപ്പെടുത്തുന്നത്, അല്ലേ? ചിലർക്കെങ്കിലും അത് ജീവിതത്തിൻ്റെ ഈ ലോകത്ത് തന്നെ മനസ്സിലായേക്കാം. ഇല്ലെങ്കിൽ പരലോകത്തായിരിക്കും നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ചിത്രം ലഭിക്കുന്നത്, അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്, അല്ലേ? മിക്ക ആൾക്കാരും വളരെ കുറേ പേരെങ്കിലും ആ ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടായ ഓരോ ഘട്ടങ്ങളിലും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിരാശപ്പെട്ട് ജീവിതത്തിൻ്റെ ആ പൂർണ്ണമായ ചിത്രം അത് ആ ഡോട്ട് അവർ പൂരിപ്പിച്ച് ആ പൂർണ്ണ ചിത്രം എത്തുന്നതിനേക്കാൾ മുന്നേ, ആ പൂർണ്ണമായിട്ടുള്ള ചിത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് മുന്നേ തന്നെ അവർ നിരാശപ്പെട്ട് പിരിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് മുഅ്മിനായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പൂർണ്ണമായ തവക്കുൽ, അല്ലേ? അപ്പോൾ നമ്മുടെ അഖീദയിൽ തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് അള്ളാഹുവിലുള്ള തവക്കുൽ, അല്ലേ? അപ്പോൾ അത് മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ഇത് ഒരു ചിത്രകലയിലെ പോലെ ഒരു ഡോട്ട് ടു ഡോട്ട് ഇമേജ് പോലെയാണ് നമ്മുടെ ജീവിതം, അല്ലേ? നമുക്ക് ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും നിരാശപ്പെട്ടിരിക്കാതെ, ഇതെല്ലാം എന്തോ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്, പൂർണ്ണമായിട്ടും നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും നമ്മുടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും കൃത്യമാക്കുകയും നേരാണെന്ന് ഉറപ്പുവരുത്തുകയും സന്മാർഗം സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട്
നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നതേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അല്ലേ. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും. ഇപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ചിത്രം നമ്മുടെ കയ്യിലില്ല അല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലുടനീളം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. അതിന് ആ ഒരു ഭംഗിയുള്ള പര്യവസാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള മാർഗ്ഗനിർദ്ദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൂർണ്ണമായ ആ ഒരു പാത പിന്തുടരുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം കൈപ്പറ്റാനും ആ ഒരു വിജയം നേടിയെടുക്കാനും വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതുമാണ് നമ്മളിവിടെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാം എടുത്തതുപോലെ നമ്മൾ മുൻകരുതലുകളും എല്ലാം എടുക്കേണ്ടതാണ് അല്ലേ. യൂസുഫ് അലൈഹിസ്സലാം ആ സ്വപ്നത്തെക്കുറിച്ച് യാക്കൂബ് അലൈഹിസ്സലാമിനോട് ചെന്ന് പറയുമ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം മുൻകരുതലുകൾ എടുക്കുന്നുണ്ടല്ലേ. മകനോട് പറയുന്നുണ്ട് ആ സ്വപ്നത്തെക്കുറിച്ചൊന്നും ബാക്കി സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കരുതേ, അവരുടെ മേൽ ഷെയ്ത്താൻ പണിതേക്കാം അല്ലേ. ഷെയ്ത്താൻ പ്രേരിപ്പിച്ച് അവരെന്തെങ്കിലും കുതന്ത്രങ്ങൾ പണിതേക്കാം എന്നൊക്കെ യാക്കൂബ് അലൈഹിസ്സലാം മകനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആ മക്കൾ പിന്നീട് കുതന്ത്രങ്ങൾ പണിയുകയും യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു കെണിയിൽപ്പെടുത്തുകയും ഒക്കെ ആ കിണറ്റിൽ ഉപേക്ഷിച്ച് പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാം എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാം അതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിലാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസവും അർപ്പിക്കുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ നിയന്ത്രണമുണ്ടെന്ന് തിരിച്ചറിയുന്നവരായിരുന്നു അവരെല്ലാവരും. അതുപോലെ തന്നെയാണ് നമ്മളും മുന്നോട്ട് നീങ്ങേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പദ്ധതികളും ഉണ്ടാക്കിയേക്കാം. എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. അള്ളാഹുവിൻ്റെ പദ്ധതിയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള പദ്ധതിയും പൂർണ്ണമായിട്ടുള്ള ആ ചിത്രം അറിയുന്നവനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാമുൽ ഗുയൂബായിട്ടുള്ള ഗൈബിലുള്ള നമുക്ക് കാണാൻ കഴിയാത്ത മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും എല്ലാ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിലാണ് നമ്മുടെ പൂർണ്ണമായ തവക്കുൽ അർപ്പിക്കേണ്ടതും. ആ റബ്ബിനെ ഓർത്ത് ആ റബ്ബിൽ തവക്കുൽ ചെയ്താണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നീക്കേണ്ടതുമെന്ന് നമ്മളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നതാണ്. അത് തിരിച്ചറിയാത്ത വളരെ ആൾക്കാർ എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ. അവരിൽ പെടാതെ അള്ളാഹു ആണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും പെടുത്തട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. അദ്ദേഹം തൻ്റെ പൂർണ്ണ ശക്തി അഥവാ പക്വമായ പ്രായം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം വിജ്ഞാനവും അറിവും നൽകി. അപ്രകാരം സുകൃതം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ: വലമ്മ ബലഗ അദ്ദേഹം എത്തിയപ്പോൾ അഥവാ പ്രാപിച്ചപ്പോൾ, അശുദ്ധഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശക്തി അല്ലെങ്കിൽ കൂടുതൽ ബലവത്തായ സ്ഥിതി, ആതൈനാഹു അദ്ദേഹത്തിന് നാം നൽകി, ഹുക്മൻ വിജ്ഞാനവും, വഇൽമൻ അറിവും, വകദാലിക അപ്രകാരം, നജ്സി നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ സുകൃതം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യുന്നവർക്ക്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ. അങ്ങനെ ഖുർആനിൻ്റെ മുഖ്യ സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ് അതിൻ്റെ സംക്ഷിപ്തത, ആ ഒരു ബ്രിവിറ്റി. കുറച്ച് വാക്കുകളിൽ അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ. വളരെ കുറച്ച് വാക്കുകളിൽ വലമ്മ ബലഗ അശുദ്ധഹു എന്ന് പറയുന്നതിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ബാല്യകാലത്തെ അങ്ങനെ
പിന്നിലാക്കി അദ്ദേഹം യൗവനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്കാണെന്ന് നമ്മെ കാണിച്ചു തരികയാണ് അല്ലേ. അങ്ങനെ ആ ഒരു അശുദ്ധിയിലേക്ക് കടക്കുന്ന, യൗവനത്തിലേക്ക് കടക്കുന്ന യൂസുഫ് അലൈഹിസ്സലാമിനാണ് നമ്മളിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനപ്പോൾ തൻ്റെ പൂർണ്ണമായ പ്രായത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് പുരുഷത്വത്തിലേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രായം. ഈ ഘട്ടത്തിൽ അള്ളാഹു അവന് ഹിക്മത്തും ഇൽമും നൽകിയെന്നാണ് ഇവിടെ ആയത്തിൽ പറയുന്നത്. അശുദ്ധ് എന്ന പദത്തിനെ അറബി ഭാഷ പണ്ഡിതന്മാർ പല രീതിയിൽ വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആ പ്രായത്തിനെയാണ് അശുദ്ധ് എന്ന പദം സൂചിപ്പിക്കുന്നത് എന്ന്. 40-ന് ശേഷം മനുഷ്യൻ വൃദ്ധാവസ്ഥയിലേക്കാണ് കടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ യൂസുഫിന് അന്ന് 30 വയസ്സായിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവൻ പുരുഷത്വത്തിലേക്ക് പ്രവേശിച്ച കാലഘട്ടത്തിലായിരിക്കും അത് എന്നായിരുന്നു. ഏകദേശം ഒരു 19 അല്ലെങ്കിൽ 20 വയസ്സുള്ള പ്രായം അല്ലെങ്കിൽ ആ ഒരു സമയം. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമുക്ക് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് അല്ലേ. ആ ഒരു അഡോൾസൻസ് ഏജ് കഴിഞ്ഞ ആ യൗവനത്തിലേക്ക്, പുരുഷത്വത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രായത്തിലായിരിക്കുകയാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണത്? കാരണം ഇനി മുന്നോട്ട് കഥ നീങ്ങുമ്പോൾ മുന്നോട്ടുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വലിയ പരീക്ഷണങ്ങളാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ കാത്തിരിക്കുന്നത് അല്ലേ. ആ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളുമൊക്കെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ പ്രായമായിട്ട് വളരെയധികം വലിയ ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയും സാഹചര്യവും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രായവും എല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം യൗവനത്തിലേക്ക് കടന്നിരിക്കുന്നു, ആ പൂർണ്ണമായൊരു ആ പുരുഷത്വത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലേ ആ ഒരു യൗവനം. ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് ഡിലമാസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഹോർമോൺസിൻ്റെയൊക്കെ വിളയാട്ടം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അവനവൻ്റെ ഇച്ഛയും അവനവൻ്റെ നെഫ്സിനെയും നിയന്ത്രിച്ച് കയ്യിൽ നിർത്താൻ അല്ലെങ്കിൽ ആ സ്വന്തം നെഫ്സിനെതിരെ ജിഹാദ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ യൗവനം എന്ന് പറയുന്നത്. ആ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഭാഷയിൽ തന്നെ, അറബി ഭാഷയിൽ തന്നെ ശ്രദ്ധ, അശുദ്ധ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുക്കി കെട്ടുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഇച്ഛയും നമ്മുടെ പ്രലോഭനത്തിനെ, നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ മുറുക്കി കെട്ടി വെക്കുന്ന ആ ഒരു പ്രായത്തിനെയാണ് അശുദ്ധ് എന്ന് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടും നമുക്ക് എതിരെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന പ്രലോഭനങ്ങളിൽ വീണ് പോവാതെ നമ്മളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനുള്ള ആ ഒരു മുറുക്കി കെട്ടിവെക്കൽ, ആ ഒരു നിയന്ത്രിക്കൽ, അതിനൊക്കെയാണ് ആ ഒരു പ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം നേരിടേണ്ടി വന്ന പ്രലോഭനങ്ങളും യൂസുഫ് അലൈഹിസ്സലാം നേരിടേണ്ടി വരുന്ന ആ ഒരു പരീക്ഷണങ്ങളുമൊക്കെ എത്രത്തോളം തീവ്രമായിരുന്നു ആ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ ഒരു ഫിത്ന എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് കാണിക്കാനും സൂചിപ്പിക്കാനും കൂടിയാണ് ഈ ഒരു പ്രായം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ വഴിവഴിച്ച് പോകാൻ അല്ലെങ്കിൽ വഴിതെറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ ധാരാളമാണ് അല്ലേ. നമ്മുടെ വികാരങ്ങളൊക്കെ അങ്ങേയറ്റം മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്, തീവ്രമായി അല്ലെങ്കിൽ വളരെയധികം കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രായമാണത്. എന്തിലും നമ്മൾ വീണ് പോകാവുന്ന. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ പല രീതിയിലുള്ള അഡിക്ഷനുകളിൽ പെട്ടു പോകുന്നവർ സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ആ ഒരു ഏജിലാണ്. ആ ഒരു ടീനേജ് മുതൽ ആ ഒരു അഡോൾസൻസ് വരെ ആ യൂത്തിൻ്റെ ആ ഒരു ഏജസിലാണ് മിക്ക ആൾക്കാർക്കും ഓരോ അഡിക്ഷൻസിലേക്ക് പെട്ടു പോകുന്നതായിട്ട് അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോണോഗ്രഫി ആയിട്ടും പലതരം അഡിക്ഷൻസ് ആയിട്ടുമൊക്കെ അത്തരം കുഴികളിൽ വീണു പോകുന്നവർ ആ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ വികാരങ്ങളെ മുറുക്കി കെട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രായവും. അത്തരം സിറ്റുവേഷൻസിൽ പല കുട്ടികളും വീണുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഈ അഡിക്ഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷനിൽ നിന്ന് വിമോചനം നേടാൻ വേണ്ടി ശ്രമിക്കുന്നവർ പലരും പറയുന്നത്, നമ്മളവരോട് ചോദിക്കുമ്പോൾ അവർ തുടക്കമിട്ടത് ചിലപ്പോൾ അവരുടെ കൂട്ടുകാർ മുഖേന ആ ഒരു പ്രായത്തിലായിരിക്കും. വെറുതെ ഒന്ന് ട്രൈ ചെയ്തു ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മേൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു വളവളപ്പിൻ്റെ മേളിൽ ഓരോന്ന് ചെയ്ത് പോയിട്ട് പിന്നെ അതൊരു അഡിക്ഷനായി മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ വഴിതെറ്റി പോകുന്ന ഒരു പ്രായമാണ് അശുദ്ധ എന്നുള്ള പ്രായം.
അതുകൊണ്ട് തന്നെയാണ് ഖിയാമത്ത് നാളിൽ സൂര്യൻ മനുഷ്യരുടെ തലകളുടെ മുകളിൽ അതീവമായി അടുത്തു വരുന്നത് സമയത്ത് യാതൊരു തണലുമില്ലാത്ത ആ ഒരു ദിനത്തിൽ അള്ളാഹു ചില ആളുകൾക്ക് തൻ്റെ അർശിൻ്റെ തണൽ നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ഒഴികെ മറ്റൊരു തണലുമില്ലാത്ത ആ ഒരു ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തൻ്റെ അർശിൻ്റെ തണൽ നൽകുന്നതായി. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആ 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹുവിൻ്റെ ആരാധനയിൽ വളരുന്ന യുവാക്കൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആരാധനയിൽ വളർന്ന യുവാവ്, അള്ളാഹുവിന്മേൽ തഖ്വയോടുകൂടി ജീവിക്കുന്ന സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവാവ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നു. സൗന്ദര്യവും പദവിയും ഉള്ള ഒരു സ്ത്രീ പാപത്തിലേക്ക് ക്ഷണിച്ചിട്ടും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്ന ഒരു പുരുഷൻ, അതും വേറൊരു വിഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വലിയൊരു പരീക്ഷണമായതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം ഒരു മനുഷ്യന് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടണമെന്ന് അറിയുന്നതാണ് റബ്ബിനല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വലിയൊരു സ്ഥാനം, അല്ലെങ്കിൽ അത്രയും വലിയൊരു നിഅമത്ത്, അത്രയും തീവ്രമായ പൊരിഞ്ഞ വെയിലത്ത് നിൽക്കുന്ന വളരെ ക്ഷീണിതമായ ഒരു അവസ്ഥയിൽ വേറെ ഒരു രീതിയിലും ഒരു തണലില്ലാത്ത ആ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആൾക്കാർക്കൊക്കെ തണൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും വലിയൊരു കാര്യം തന്നെ ആയതുകൊണ്ടാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ നമ്മളെയും അത്തരം സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം പ്രായത്തിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ, ആ ഒരു പക്വതയും പാകതയും എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തും ഇൽമും നൽകി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഹിക്മത്ത്? ഇവിടെ ഈ ഹുക്മൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് സാധാരണ രീതിയിൽ വിവേകം എന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ ആ ഒരു പ്രയോഗമാണ് വരിക. പക്ഷേ എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹുക്മൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അധികാരം എന്നുള്ള അർത്ഥം. ഈ രണ്ടർത്ഥം കൂടി ഒരുമിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ രണ്ടർത്ഥങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചാകുമ്പോഴാണ് ആ ഒരു വാക്കിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം യാഥാർത്ഥ്യത്തിലുള്ള ഒരു അധികാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. എന്നാൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹുക്മൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നതിലൂടെ നമുക്കൊരു സൂചന നൽകുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം യുവാവായിരിക്കെ തന്നെ ആ ഒരു അധികാരത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു അധികാരം കൈവരിക്കും എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടെ എന്താണ് പറയുന്നത്? ഹുക്മൻ വ ഇൽമ അല്ലേ. ഇൽമ മാത്രം നൽകിയെന്നല്ല, ആ ഒരു വിവേകവും ആ ഒരു അറിവും നൽകി അല്ലേ. ഹുക്മൻ വ ഇൽമ, ഇത് രണ്ടും നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ ഹുക്മൻ എന്ന പദം ഹ കാഫ് മീം അഥവാ ഹകമ എന്ന മൂലപദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഹകമ എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് തടയുക, നിയന്ത്രിക്കുക, ശരിയായി അതിരിൽ നിർത്തുക എന്നൊക്കെയാണ്. അതിൽ നിന്ന് തന്നെയാണ് ഹാക്കിം, ജഡ്ജ് എന്നൊക്കെ അർത്ഥം വരുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് തടയുന്ന ആൾ അല്ലേ, ഹാക്കിം, ജഡ്ജ്. അപ്പോൾ ഹുക്മൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിക്കുക അല്ലേ, ഒരു തെറ്റായ കാര്യത്തിൽ നിന്ന് നമ്മളെ സ്വയം നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ അറിയുന്നതിനെ പറ്റിയതാണ് ഈ ഹിക്മത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ശരിയായ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവിനാണ് നമ്മൾ ഹിക്മത്ത് എന്ന് പറയുക. പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്വയം തടയാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ നമ്മുടെ നെഫ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കഴിവ്, നമ്മുടെ അറിവ് എപ്പോൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ജ്ഞാനം, അതിനൊക്കെയാണ് ഹിക്മത്ത് എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ ഒരാൾക്ക് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പറയുന്ന, സിമ്പിളായിട്ട് പറയാൻ കഴിയുന്ന, അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്തൊക്കെയോ സംസാരിക്കും, അതെല്ലാം കേട്ടിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിളി പോയ ഒരവസ്ഥയാണ്. നമുക്ക് എന്താ പറ്റിയ, എന്താ പറഞ്ഞേ കേട്ട് ഒന്നും അറിയില്ല.
അപ്പം നമ്മളെന്താ പറയുക, അയാളെന്തോ ബുദ്ധിജീവിയാണ്, എന്തൊക്കെയോ അറിവുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതല്ല ശരിയായ ഹിക്മത്ത്. ശരിയായ ഹിക്മത്ത് എന്താണ്? അറിവിനെ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി ആൾക്കാർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക, പറഞ്ഞു കൊടുക്കാൻ കഴിയുക, അത് ഹിക്മത്താണ്. അതുപോലെ തന്നെ നമുക്ക് അറിവുണ്ട്, അതിനാണ് ഹുക്മൻ വഇൽമൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഹിക്മത്തും കൊടുത്തു, അതിൻ്റെ കൂടെ അറിവും കൊടുത്തു അല്ലേ. യൗവന കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കൂടുതൽ അറിവുണ്ടാവും, പക്ഷെ അത് ഹിക്മത്തോടു കൂടി കാര്യം ആ അറിവിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളരെ കുറച്ച് ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ അതേസമയം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഹിക്മത്ത് ഉണ്ടാവും, അറിവ് കുറവായിരുന്നെങ്കിലും അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു ഹിക്മത്ത്, ആ ഒരു വിവേകം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വദഉൽ അഷ്യാഇ മൗദിഅഹ, കാര്യങ്ങളെ അവയ്ക്ക് യോജിച്ച ശരിയായ സ്ഥാനത്ത് വയ്ക്കൽ, അല്ലെങ്കിൽ ഓരോ കാര്യവും ശരിയായ സമയത്തും ശരിയായ രീതിയിലും ശരിയായ പരിധിയിലും ചെയ്യുക എന്നാണ് ഈ ഒരു ഹുക്മൻ അല്ലെങ്കിൽ ഹിക്മത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം, അല്ലെങ്കിൽ എപ്പോൾ പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നമ്മൾ കർശനം പാലിക്കണം, അല്ലെങ്കിൽ എവിടെ സൗമ്യമാവണം എന്നൊക്കെ ഉള്ള ആ ഒരു അറിവിനെയാണ് നമ്മൾ ഹിക്മത്ത് എന്ന് പറയുക. അപ്പോൾ അറിവുണ്ട്, ഹിക്മത്തില്ലെങ്കിൽ കാര്യമില്ല അല്ലേ. അതുപോലെ തന്നെ ഹിക്മത്തുണ്ട്, അറിവില്ലെങ്കിലും കാര്യമില്ല. രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹിക്മത്തും നൽകി അറിവും നൽകിയതായിട്ട് നമുക്കിവിടെ പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടണം അല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ഇൽമ അല്ലേ, നമുക്ക് ഉപയോഗപ്രദമായ ഇൽമിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം അല്ലേ. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമല മുതഖബ്ബല, നമ്മളെ സ്വീകാര്യപ്രദമായിട്ടുള്ള അമലുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, പിന്നെന്താണ് പ്യുവറായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു കലർപ്പും ചേരാത്ത നല്ല റിസ്കിന് വേണ്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഉപയോഗപ്രദമായിട്ടുള്ള ഇൽമ്. ചില ആൾക്കാർക്ക് നമ്മൾക്ക് ഈ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ, ഒരുപാട് ഇൽമുണ്ട്. എന്നാൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഇൽമാണ് നമ്മൾ നേടേണ്ടതും അതാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. ഇപ്പം നമുക്ക് ഒരു കാര്യവും ഇല്ലാണ്ട് ചില ആൾക്കാർ ചില ടോപ്പിക്കുകൾ എടുത്ത് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കുന്നവരുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി ഓരോ നടന്മാരെന്താ ചെയ്യുന്നത്, ഓരോ സിനിമകളിൽ എന്താണ്, അതാണ് ഇതാണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ അത്തരം ഇൽമിൽ നിന്ന്. അല്ലെങ്കിൽ അത്തരം ടോപ്പിക്കുകൾ നമുക്ക് യാതൊരു രീതിയിലും നമ്മൾക്കൊരു ഗ്രോത്ത് നൽകാത്ത, ഈ ലോകത്തോ പരലോകത്തോ ഒരു ഉപയോഗവുമില്ലാത്ത കാര്യങ്ങളല്ല, അത്തരം ഇൽമുകളല്ല. പക്ഷെ അതേസമയം നമുക്ക് പ്രയോജിതമാകുന്ന ഇൽമിന് വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അതുപോലെ തന്നെ വേറൊരു ദുആ ഉണ്ട്, സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാൻ കഴിയും. 83-ാമത്തെ ആയത്തിൽ റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, രക്ഷിതാവേ എനിക്ക് നീ വിവേകം അല്ലെങ്കിൽ വിജ്ഞാനം പ്രദാനം ചെയ്യണമേ, എന്നെ സജ്ജനങ്ങളുടെ കൂടെ നീ ചേർക്കണമേ എന്ന്. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് 83-85 ആയത്തുകളിലും ആ ഒരു ദുആയുടെ തുടർച്ചയായിട്ട് നമുക്ക് കാണാം. വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നതി നഈം. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അത്. അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുകയും അത് അള്ളാഹുവിൽ നിന്ന് തേടുകയും ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിക്മത്തായാലും ഇൽമായാലും രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് അറിവും വേണം. ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാനുള്ള ആ ഒരു കഴിവും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം സുകൃതം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിന് ആ ഹിക്മത്തും ഇൽമുമൊക്കെ നൽകിയത്? കാരണം യൂസുഫ് അലൈഹിസ്സലാം ഒരു മുഹ്സിനായിരുന്നു, നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിന് ആ പ്രതിഫലം നൽകിയത് അല്ലേ. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിന് മാത്രമല്ല ഇഹ്സാൻ
കൈക്കൊണ്ട് ജീവിക്കുന്ന, ഇഹ്സാനോട് കൂടി ജീവിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തും ഇൽമും നൽകും, അല്ലെങ്കിൽ അതുപോലെ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു ചാൻസ് ഉണ്ടല്ലേ. എന്താണ് ഈ മുഹ്സിനീൻ? എങ്ങനെയാണ് നമുക്കൊരു മുഹ്സിനാവാൻ കഴിയുക? ഇഹ്സാനോട് കൂടി ജീവിക്കുക അല്ലേ. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാൻ എന്നത് നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിൽ പോലും അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ ആരാധിക്കുക. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വീക്ഷണത്തിലാണ് നമ്മളെപ്പോഴും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിലാണ് നമ്മളെപ്പോഴും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നതുള്ളതാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുഹ്സിനീൻ എങ്ങനെ ആവാം എന്നുള്ളത് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, ആ ഒരു തഖ്വയോടു കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കൊരു മുഹ്സിനീനാവാൻ സാധിക്കുക. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ CCTV നിരീക്ഷണത്തിലാണ് നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്നൊരു ബിഹേവ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടി അലേർട്ടാവും. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്കൊരിക്കലും ആരിൽ നിന്നൊക്കെ എന്തൊക്കെ രഹസ്യമായി വെക്കാൻ സാധിക്കുമെങ്കിലും, ആരിൽ നിന്നൊക്കെ എന്തൊക്കെ ഒളിപ്പിക്കാൻ സാധിക്കുമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്കൊന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, നമ്മൾ എത്ര ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചാലും ഒരിക്കലും നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ ഒഴിവാവുന്നില്ല അല്ലേ. അള്ളാഹു കാണുന്നുണ്ട് നമ്മളെ. അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ കാഴ്ചയും എല്ലാത്തിൻ്റെ മേലുണ്ടല്ലേ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അള്ളാഹുവിൽ കാണാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ നമുക്ക് ഇഹ്സാനോട് കൂടി ജീവിക്കാൻ കഴിയും അല്ലേ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ആ ഒരു സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക. അതാണ് മുഹ്സിനീനാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മുഹ്സിനീങ്ങൾ എന്ന് പറയുക അല്ലേ. അപ്പം നമ്മൾ അത്തരം ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹു ആ പാതയിൽ നമുക്ക് സഹായം നൽകുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ മുഹ്സിനീങ്ങളാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരം വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണല്ലേ. യൂസുഫ് അലൈഹിസ്സലാം തീർച്ചയായിട്ടും ഓരോ ജീവിതാവസ്ഥയിലും മുഹ്സിനീനായിരുന്നു. വളരെയധികം ഇഹ്സാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു സൂക്ഷ്മതയോടുകൂടിയും ആ ഒരു ബോധത്തോടു കൂടിയും ജീവിച്ച ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വന്ന പ്രലോഭനത്തിലൊന്നും വീണു പോവാതെ, ആ ഒരു വശീകരണത്തിലൊന്നും വീണു പോവാതെ, അല്ലെങ്കിൽ അതിനൊന്നും വഴങ്ങാതെ പിടിച്ചു നിൽക്കുന്ന, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോട് തേടുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കാനായിട്ട് ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്വാളിറ്റി യൂസുഫ് അലൈഹിസ്സലാമിനെ സഹായിച്ചു അല്ലേ. അതെല്ലാം നമുക്ക് എങ്ങനെയാണ് അതിജീവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് ഇനി പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും യൂസുഫ് അലൈഹിസ്സലാമിനായിട്ട് വളരെ ചെറിയൊരു പരിചയം മാത്രമുള്ള യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടെ ജയിലിൽ കഴിഞ്ഞവർ യൂസുഫ് അലൈഹിസ്സലാമിനൊരു മുഹ്സിനീങ്ങളിൽ പെട്ട ഒരാളായിട്ട് തോന്നി എന്ന് പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവരുടെ ക്യാരക്ടറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഇഹ്സാനോട് കൂടി ജീവിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറും അത്ര അധികം ഭംഗിയുള്ളതാവും അല്ലേ. നമ്മൾ വേറെ ആരും എന്താണ് എങ്ങനെയാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് ആ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ വൃത്തിയാക്കുക, വ്യക്തമാക്കുക, കൃത്യമാക്കുക അല്ലേ. കാരണം ബാക്കി എല്ലാവരെയും നന്നാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ പലതുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹു വിട്ട് കളഞ്ഞെന്നോ നമ്മളോട് ദേഷ്യമാണെന്നൊന്നുമല്ല അല്ലേ. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? മൻ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ അല്ലേ. അള്ളാഹു ആർക്കെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദീനിൽ അവഗാഹം നൽകുന്നതാണ്, അറിവ് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അപ്പോൾ അറിവാണ് നമുക്ക് കിട്ടുന്ന. അപ്പോൾ അള്ളാഹു നൽകുന്ന ഈ അറിവ് അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ദുനിയാവിലുള്ള വലിയ ഉന്നതമായ വേറെ എന്ത് സ്ഥാനമുണ്ടെങ്കിലും ഒരു ഇൽമിലൂടെ കിട്ടുന്ന, അതും ദീനിലെ ഇൽമിൽ കിട്ടുന്ന, ഖുർആനിൻ്റെ ഇൽമിൽ കിട്ടുന്ന
ആ ഒരു ഉന്നതം, ആ ഒരു ഉയർച്ചയിലേക്കാൾ വലിയൊരു ഉയർച്ച ഈ ലോകത്ത് വേറെ ഇല്ല. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും ഉടൻ തന്നെ നമുക്ക് ഉത്തരം ലഭിച്ചെന്നും വരില്ല. എന്നാൽ അതോർത്ത് നമ്മൾ നിരാശപ്പെട്ട് അള്ളാഹുവിൽ നിന്ന് പിന്മാറി അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല, അല്ലേ? അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദുആന്റെ കാര്യം പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യാൻ ശക്തമായ ആഗ്രഹമുണ്ടാകും. അത് വ്യാപാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പദവി ആയിരിക്കാം. അതിനുവേണ്ടി ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ അയാൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ആകട്ടെ ആ കാര്യം അവന് വേണ്ടി എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും, അല്ലേ? അവൻ എത്തിക്കും വരയ്ക്കും അത് എളുപ്പമാക്കി, അത് എത്തിക്കും വരെ കിട്ടിയെന്നുള്ള അവസ്ഥ വരയ്ക്കും അതുകൊണ്ട് എളുപ്പമാക്കും. പിന്നീട് അള്ളാഹു അവനിൽ നിന്നത് മാറ്റും. അപ്പോൾ ആ മനുഷ്യൻ പറയും, ഫലാനും അല്ലെങ്കിൽ ഇയാളും അയാളുമൊക്കെ എന്നെ മറികടന്നു പോയി, ഇവരെല്ലാം എന്നെ മറികടന്നു പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അത് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അവൻ അതിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിച്ചേനെ. എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തന്നെ നൽകിയെന്ന് വരില്ല. അത് നമ്മുടെ ഖൈറിന് വേണ്ടിയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു നിഅമത്താണ്, ഒരു ഫദ്ലാണ് നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന്. എന്തുകൊണ്ട്? കാരണം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം വന്നു ചേർന്നാൽ അള്ളാഹുവിൽ നിന്ന് നമ്മളത് അകറ്റിയേക്കും, അല്ലേ? ഇപ്പോൾ റബ്ബായിട്ട് നമുക്കുള്ള ഒരു ക്ലോസ്നെസ്, അല്ലെങ്കിൽ ആ ഒരു തഖ്വയും ഈമാനും ചിലപ്പോൾ അതിൽ നിന്ന് കുറവ് വന്നേക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വളരെയധികം വഴിതെറ്റിപ്പോയേക്കും. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന്. നമുക്ക് ദീനിൽ ഫിത്ന ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന എല്ലാ അനുഗ്രഹത്തിൽ നിന്നും, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ, ആമീൻ. അപ്പോൾ അത്തരമൊരവസ്ഥ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സൗഭാഗ്യം വന്നു ചേർന്നാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിക്കുന്ന ആ ഒരു സൗഭാഗ്യം, അല്ലേ, ആ ഒരു സമ്പത്തോ ആ ഉയർച്ചയോ എന്തെങ്കിലും വന്നു ചേർന്നാൽ ഒരു പക്ഷേ നമുക്ക് അള്ളാഹുവിൽ നിന്ന് നമ്മളത് മാറിപ്പോവും, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിലേക്ക് അത് ചെന്ന് എത്തിക്കും. പിന്നീട് നമുക്കത് ജീവിതത്തിൽ തന്നെ പരാജയമായി തീരുന്നൊരവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതുകൊണ്ട് പല പല കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞു വെക്കാം, അല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടുന്നവരാവരുത്. കാരണം നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായ ചിത്രം അറിയുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇഹ്സാനോട് കൂടി ചെറിയ എന്ത് കാര്യത്തിലും നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം നമ്മൾ പൂർണ്ണതയോടുകൂടി ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കിയുള്ളവരെന്താണ്, നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം, വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ല, അല്ലേ? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. ബാക്കി തവക്കുൽ അലല്ലാഹ്, അല്ലേ? നമ്മൾ അള്ളാഹുൽ തവക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് തരും. അത് തീർച്ചയാണ്. കാരണം മനുഷ്യരുടെ വാഗ്ദാനമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ മുറുകി പിടിക്കുക, അല്ലേ? അള്ളാഹു തരുന്ന പ്രോമിസുകളിൽ മുറുകി പിടിക്കുക. അതുകൊണ്ട് മുഹ്സിനീനായി ജീവിക്കാൻ നമ്മളും ശ്രമിക്കുക. അപ്പോൾ നമുക്കും ഉണ്ടാവും മനോഹരമായ അന്ത്യങ്ങൾ, മനോഹരമായ ഉയർച്ചകൾ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് കിട്ടുന്ന ആദരവും ആ ഒരു അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹങ്ങളൊന്നും ആദരവുകളൊന്നും ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല. അപ്പോൾ ആ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ടും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിലാണ്, ആ ഒരു നിരീക്ഷണ വലയത്തിലാണെന്നുള്ള ബോധം അതോടുകൂടി ആ ഇഹ്സാനോടുകൂടി ജീവിച്ചത് കൊണ്ടായിരിക്കാം യൂസുഫ് അലൈഹിസ്സലാമിനെ നമുക്കിനി വരാനുള്ള ആയത്തിൽ കാണുന്ന പോലെ ആ വശീകരണ ശ്രമത്തിലൊന്നും അകപ്പെട്ടു പോവാതെ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് രക്ഷപ്പെടാനുള്ള ആ ഒരു കരുത്തും ആ ഒരു സംരക്ഷണവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളത് പാലിക്കുക. റബ്ബിൻ്റെ സംരക്ഷണവും സഹായവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മനസ്സിലാക്കാനും ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ പാഠങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഇൽമും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും നമ്മുടെ ചിന്തകളിലും പ്രതിഫലിക്കാനും നാളെ ഖിയാമത്ത് നാളിൽ ഖുർആനിൻ്റെ അനുയായികളായി തീരാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും സ്നേഹവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വനഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.